കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ വിശുദ്ധ ദിവസത്തിൽ ഇത്രത്തോളം ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ, ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഒരുമിച്ച് വന്ന് അഭയാചന കഴിക്കുവാൻ, പ്രാർത്ഥന കഴിക്കുവാൻ നല്ലവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ വലിയ കൃപകൾക്കായിട്ട് കർത്താവിനെ നമുക്ക് സ്തുതിക്കുകയും നല്ലവനായ കർത്താവിനെ നമുക്ക് ഈ സമയത്ത് ഹൃദയം കൊണ്ട് മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് 1 രാജാക്കന്മാർ ഫസ്റ്റ് കിങ് ചാപ്റ്റർ 19 വേഴ്സ് ഫ്രം 19 to 1 to 18. ചാപ്റ്റർ 19 വേഴ്സ് ഫ്രം 1 to 8. മൈക്ക് കിട്ടിയിട്ട് വേണം പ്രാർത്ഥിക്കാൻ. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെ ആഹാബ് ഈസബേലിനോട് പറഞ്ഞു. ഈസബേൽ എലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തൻ്റെ ജീവനെ പോലെ ആകുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണം അധികവും ചെയ്യുമാറട്ടെ എന്നു പറയിച്ചു. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റു ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു. യഹൂദയ്ക്കുൾപ്പെട്ട ബേർഷബയിൽ ചെന്ന് അവിടെ തൻ്റെ ബാല്യക്കാരെ താമസിപ്പിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരൽ ചെടിയുടെ തണലിലിരുന്നു മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി, യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചൂരൽച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്ന് നോക്കിയപ്പോൾ കനലിൽ മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലക്കൽ ഇരിക്കുന്നത് കണ്ടു. അവൻ തിന്നു കുടിച്ചു പിന്നെയും കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ 2ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക എന്ന് ദൂരെ യാത്ര ചെയ്യാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റു തിന്നു കുടിച്ചു. ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹൊറോബോളും നടന്നു. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ച്, 8ാം വാക്യം, ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. 4ാം വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്നു മരിക്കുവാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി, യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. But he himself went a day's journey into the wilderness and came and sat down under a juniper tree, and he requested himself for that he might die, and said, "It is enough. Now, O Lord, take my life, for I am not better than my father." ഈ വചനഭാഗം വളരെ വളരെ ഗൗരവമുള്ളതായ വചനഭാഗമാണ്. ദൈവവചനത്തിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുത്തതായ, ദൈവം കരങ്ങളിലെടുത്തതായ, ഉപയോഗിച്ചതായ അഭിഷക്തന്മാർ, അഭിഷക്തമതിമാർ, അവരൊക്കെയും പലപ്പോഴും വളരെ ഡീപ്പായിട്ടുള്ള ഡിസ്കറേജ്മെൻറ്റിൽ പോകാനിടയായിട്ടുണ്ട്. ഹല്ലേലൂയ. സോ when we deeply discouraged, the Bible teaches that we should turn to God in prayers, meditate on His word, and trust in His faithfulness. 3 കാര്യങ്ങളാണ്
ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. When we deeply discouraged, the word of God says to us that turn to God in prayer. നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല എന്ന് തോന്നുന്ന അങ്ങേയറ്റം വേദനാജനകമായ, പെയിൻഫുള്ളായ, ഡിസ്കറേജായ ആക്കുന്ന സാഹചര്യങ്ങളിലൂടെ നാം പോകുമ്പോൾ നമ്മൾ ദൈവത്തിങ്കലേക്ക് മുഖം തിരിക്കുവാൻ, പ്രാർത്ഥനയിൽ അടുത്തു വരുവാൻ, 2 മെഡിറ്റേറ്റ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്, സ്ക്രിപ്ചർ, ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുക, and also trust in his faithfulness, great faithfulness. അവൻ്റെ വലിയ വിശ്വസ്തതയിൽ നാം ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക. ഇവിടെ നാം വായിച്ചതായ വചനത്തിൽ നിന്നുകൊണ്ട് ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രാർത്ഥിക്കുവാനാണ് പരിശുദ്ധാത്മാവ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ബൈബിൾ ത്രൂ ഔട്ട് നോക്കുമ്പോഴും we can see many spiritual stalwarts in the Bible, and also in the history they were deeply discouraged and they trusted in God. They put their trust in God and they trust in his great faithfulness, and God restored their life. Hallelujah. ആധ്യാത്മികമായ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികമായി അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മുടെ ഈ ലൈഫ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ആത്മീയ ജീവിതം നാം നയിക്കേണ്ടത്. നമുക്ക് തെറ്റുപറ്റുവാൻ പാടില്ല. കാരണം അനേക ആത്മീയ ഗോളത്തിലുള്ള പഠിപ്പിക്കലുകൾ, അല്ലെങ്കിൽ വികലമായ പഠിപ്പിക്കലുകൾ, അപൂർണമായ പഠിപ്പിക്കലുകൾ എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് അതുപോലെ നടന്നില്ലെങ്കിൽ ഡിസ്കറേജ് ആയി പോകുന്ന അനുഭവം, തളർന്നു പോകുന്നതായ അനുഭവം. ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും ശക്തനായ ഒരു സ്പിരിച്വൽ സ്റ്റാൾവാർട്ടിൻ്റെ അനുഭവമാണ് ഇവിടെ വായിച്ചത്. കർമ്മേൽ പർവ്വതത്തിൽ വെച്ച് 400 ബാൽ പ്രവാചകന്മാരെ വെട്ടിനുറുക്കി ആകാശത്ത് നിന്ന് തീയിറക്കി ഇസ്രായേൽ മുഴുവൻ താൻ സേവിക്കുന്ന ദൈവമാണ് ജീവനുള്ള ദൈവമായ യഹോവ, ലിവിംഗ് ഗോഡ് എന്ന് പ്രൂവ് ചെയ്ത ആളാണ്. ഇപ്പോൾ പറയുന്ന ലോർഡ്, ഇറ്റ് ഈസ് ഇനഫ്, ടേക്ക് മൈ ലൈഫ്, ഐ വാണ്ട് ടു ഡൈ. ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ജീവിതത്തെ എടുത്തുകൊള്ളുക, ജീവനെ എടുക്കുക. ആ പ്രാർത്ഥനയാണ് നമ്മൾ ഇന്നിവിടെ വായിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. രക്തത്താൽ ജയം നമുക്കറിയാം. അതിൻ്റെ ഹിസ്റ്റോറിക്കൽ പാർട്ട് കോണ്ടക്സ്റ്റുവലായിട്ടൊന്ന് ചിന്തിച്ച് നമുക്ക് വേഗത്തിൽ തുടർന്നുള്ള ഭാഗത്തേക്ക് വരാം. നമുക്കറിയാം, വലിയ ഭീഷണി ഇസ്രായേലിന് വേണ്ടി, ഉദ്ധാരണത്തിനായി, റെസ്റ്റോറേഷന് വേണ്ടി ദൈവം ഏലിയാവിനെ അയക്കുമ്പോൾ, നിങ്ങൾ ഓർക്കണം, ഏലിയാവിനെ കുറിച്ച് യാക്കോബ് പറയുന്നത് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനെന്നാണ്. സെയിം ലൈക്ക് us എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ വികാരവും ചിന്തയും, നമ്മളെപ്പോലെ എല്ലാ സ്വഭാവവും രീതികളുമുള്ളയാൾ. അതുമാത്രമല്ല, ബാക്കി ഈ വേദപുസ്തകത്തിൽ പറഞ്ഞ അനേക ഭക്തന്മാർക്ക് അവരുടെ ഒരു ട്രഡീഷണലായിട്ടുള്ള ആ ഒരു ലിനേജ്, ജിനിയോളജിക്കൽ ലിനേജൊക്കെ എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഏലിയാവിനെ കുറിച്ച് ഈ കാര്യമായ യാതൊരു വിധത്തിലുള്ള ചരിത്രവും ഇല്ല. ഏത് കുടുംബത്തിലാണ് എന്നുള്ളതും അവൻ്റെ പാരമ്പര്യമൊന്നും പറയാനില്ല. പക്ഷേ God assigned him to do a great thing. നമ്മൾ അറിയണം, ഇതൊന്നുമില്ലാത്തൊരു തന്നെ വലിയ ഒരു ദൗത്യവുമായിട്ട് ഇസ്രായേലിൻ്റെ പിക്ചറിലേക്ക് ദൈവം കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. അങ്ങനെ നിൽക്കുന്ന ഏലിയാവ് അവിടെ വളരെ ശക്തമായ ആഹാബ് രാജാവിൻ്റെയും ഇസബെലിൻ്റെയും എതിർപ്പുകളെ നേരിടേണ്ടി വന്നു.
ആ എതിർപ്പുകളുടെ മധ്യത്തിലാണ് ദൈവകൃപയിൽ ആശ്രയിച്ച്, പ്രാർത്ഥനയിൽ ആശ്രയിച്ച് താൻ ഈ ശുശ്രൂഷകളെല്ലാം ചെയ്തത്. തന്നിലൂടെ ഇസ്രായേലിൻ്റെ പ്രോസ്പിരിറ്റിയാണ് അവർ ജീവനുള്ള ദൈവത്തിലേക്ക് അകന്നു പോകാനിടയായെന്ന റീസൺ അദ്ദേഹം പ്രാർത്ഥനയിൽ നിന്ന് മനസ്സിലാക്കി. പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു അനുഭവം നമുക്കുണ്ടാകണം. When we kneel down and when we pray to God, we will get in the real prayer we will get some kind of understanding about the situation. Hallelujah. പലപ്പോഴും അഭിഷക്തർ പ്രാർത്ഥിക്കാൻ പോകുന്നത് സാഹചര്യത്തിൻ്റെ കറക്റ്റായിട്ടുള്ള പിക്ചറുമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ സംടൈംസ് ദിസ് ഓൾസോ ഹാപ്പൻഡ്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു രോഗി പേഷ്യൻറ്റിൻ്റെ ഒരു ഡോക്ടറുടെ അടുക്കി ചെല്ലുമ്പോൾ അത് ഡയഗ്നോസ് ചെയ്യുവാനായിട്ടുള്ള ഒരു പ്രോസസ്സ് പോലെ കാര്യമെന്താണെന്നറിയാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ. ഇവിടെ ഏലിയാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേലിനെ വീണ്ടെടുക്കാൻ ആദ്യം റൂട്ട് ഔട്ട് ചെയ്യേണ്ടത് അവരുടെ പ്രോസ്പിരിറ്റിയാണ്. നോക്കണം, എത്ര ഓപ്പോസിറ്റ് ഡയമെൻഷനിലുള്ള കാര്യമാണ് നടക്കുന്നത്. പ്രോസ്പിരിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു അഭിഷക്തൻ പ്രാർത്ഥിക്കുന്നു, പ്രോസ്പിരിറ്റിയെ റൂട്ട് ഔട്ട് ചെയ്യണം. എന്തുകൊണ്ടാണ്? ദൈവം കൊടുത്ത നന്മകൾ എന്ന ഒറ്റ കാരണത്താൽ ഇസ്രായേൽ അറിയേണ്ടതുപോലെ ദൈവത്തെ അറിയാൻ കഴിയാതെ ലോകത്തിലേക്ക് വഴുതി വീണു. അപ്പോൾ അഭിഷക്തന് ജനത്തിൻ്റെ ഉദ്ധാരണത്തിനായി പ്രാർത്ഥിക്കേണ്ടി വന്നത് ദേശത്തെ 3 വർഷത്തെ മഴയെ നിർത്താനാണ്. കാരണം എന്താണ്? ആ കാലത്ത് കൾട്ടിവേഷൻ ഇല്ലെങ്കിൽ സ്റ്റോർ ഹൗസിലുള്ളതെല്ലാം തീരും. 3 വർഷം കൊണ്ട് സ്റ്റോർ ഹൗസ് കാലിയായി. ഹല്ലേലൂയ. പിന്നീട് ജനം ഒരു വലിയ ഫാമിനിലൂടെ കടക്കുകയാണ്. ആ ഒരു വലിയ സാഹചര്യത്തിൻ്റെ നടുവിലാണ് ഇസ്രായേൽ ജനം ദൈവത്തെങ്കിലേക്ക് നോക്കാനിടയായത്. സെയിം ടൈമിൽ സ്പിരിച്വൽ നടക്കുന്ന വാർഫെയർ അവിടെ കൊടികുത്തി വാഴുന്ന ബാലിൻ്റെ ശക്തികളെ പൂർണ്ണമായും തകർക്കുകയാണ്. അപ്പം വളരെ തന്നെ ഏൽപ്പിച്ചതായ വലിയ മഴയുടെ മുഴക്കം കേട്ടു. ആഹാബിൻ്റെ രഥത്തിന് മുൻപായി ഓടിക്കയറിയതായ ഏലിയാവ് ഇപ്പോൾ തളർന്നു നിൽക്കുകയാണ്. ഹല്ലേലൂയ. തളർന്നു നിൽക്കുകയാണ്. കാരണം എന്താണ്? വലിയ ഡെത്ത്, മരണ ത്രട്ട്, ഡെത്തിൻ്റെ ഭീതി തനിക്കെതിരെ വന്നിരിക്കുന്നു. 24 അവേഴ്സിനുള്ളിൽ അവനെ കൊന്നുകളയുമെന്ന് ഭീഷണി ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, ഏലിയാവിൻ്റെ ദൈവത്തോടുള്ള നിലവിളിയാണ് നമ്മളിവിടെ വായിക്കുവാൻ തക്കവണ്ണം ഇടയായത്. എന്നാൽ ഏലിയാവ് അവിടെ കൊണ്ട് അവസാനിച്ചോ? നാം വായിച്ചതായ വചനഭാഗത്ത് എന്താണ്? ദൈവം അവൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ്. സോ വെൻ God has a plan and purpose about our life, നമ്മളെ അങ്ങനെ അങ്ങ് വിടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. തോൽപ്പിച്ച് പരാജയപ്പെട്ടവനായി തകർന്നുടഞ്ഞവനായി എന്നും നിന്നെ കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ഇവിടെ ഇങ്ങനൊരു പ്രാർത്ഥന ഇതുപോലൊരു സ്പിരിച്വൽ ലെജൻഡിൽ നിന്നുണ്ടായി. എന്നാലും എന്താ സംഭവിക്കുന്നത്? 6-ാം വാക്യത്തിൽ കാണുന്നത്, 5-ാം വാക്യം, അവൻ സൂര്യച്ചെടിയുടെ തണൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. നാം ഓർക്കണം, ഒരുപാട് ദൈവപ്രവൃത്തികൾ കണ്ട ആളാണ്. വലിയ ക്ഷാമം വന്നപ്പോൾ കെരീത്തിലെ വെള്ളവും കാക്കയിൽ നിന്നുള്ളതായ അപ്പവും കഴിച്ച് ജീവിച്ചു. സാരഫാത്തിലെ വിധവയുടെ വീട്ടിൽ നിന്ന് വലിയ ഏറിയ നാൾ അവനവിടെ പാർക്കാനും ആഹോവൃത്തി കഴിക്കാനും അവനുമിടയായി, സമൂഹത്തിനുമിടയായി. എന്നാൽ ഓർക്കണം ദൈവമക്കളെ, ഇതെല്ലാം കണ്ടിട്ടുള്ള ആളാണെങ്കിൽ പോലും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തപ്പോൾ നമ്മൾ ഡിസ്കറേജ് ആകുന്നത് ഒരു തെറ്റല്ല. ഡിസ്കറേജ്മെൻ്റ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരാം. ബട്ട് ബി വെരി കെയർഫുൾ ദാറ്റ് when we are going through in the midst of deep discouragement, what kind of step we are taking, we must be very cautious about that. നമ്മൾ എന്ത് സ്റ്റെപ്പാണ് അതിനോട് എടുക്കുന്നത്, അതിനോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ് എന്നുള്ളത് നാം പ്രത്യേകം അറിയണം. കാരണം ഈ ദൈവം
വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഹല്ലേലൂയ. ഹിസ് ഗ്രേറ്റ്ഫുൾനെസ്, ഹിസ് ഗ്രേറ്റ്ഫുൾനെസ് എൻഡ്യൂർസ് ഫോർ എവർ. അതെന്നും നിലനിൽക്കുന്നതായ വിശ്വസ്തതയാണ്. അത് സീസൺ അനുസരിച്ച് മാറുന്ന വിശ്വസ്തതയല്ല. അവൻ്റെ ആ വാക്ക് ആദ്യം തന്നത് അങ്ങനെ കിടക്കുകയാണ്, നമ്മളോടുള്ള പ്രോമിസ്. അതങ്ങനെ തന്നെ നിൽക്കും. ഒരു സിംഗിൾ ഇൻസിഡന്റ് കൊണ്ട് അത് മാറിപ്പോകത്ത്, അത് ഇല്ലാതാകുകയില്ല. ഒരു ദുസ്സഹമായ ഒരു ഇരുട്ടിൻ്റെ അനുഭവത്തിലൂടെ അത് മാറിപ്പോകുകയില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കണം. If you are really discouraged, you must praise more and more to God. Hallelujah. God is very near to you. Hallelujah. അവന് വേണ്ടി അവനെ സ്ട്രെങ്തൻ ചെയ്യുകയാണ്. അവന് വേണ്ടി വേറെ ആരുമില്ല. ഇവൻ ദൈവമാണത് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നമ്മൾ അറിയണം. അവനെ കഴിപ്പിക്കുകയാണ്, അവനെ തട്ടി ഉണർത്തുകയാണ്, അവനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് വലിയ ഒരു അസൈൻമെന്റിന് വേണ്ടി കൊണ്ടുപോവുകയാണ്. ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിലേക്ക് അവനെ കൊണ്ടുപോവുകയാണ്. ഇന്ന് പകൽ ഓർക്കണം, തകർന്നിരിക്കുന്ന ദൈവ പൈതലേ, നീ ദൈവത്തെ വിളിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് ആരും അറിയാതെ ജീവൻ നഷ്ടമായി പോകുവാനല്ല, ലോകം അറിയാതെ പട്ടുപോകാനല്ല, നിന്റെ ജീവിതം അവിടം കൊണ്ട് അവസാനിപ്പിക്കാനല്ല. പിന്നെയോ, where there is the presence of God, ദൈവത്തിന്റെ സാന്നിധ്യം എവിടെ ഉണ്ടോ ആ സാന്നിധ്യത്തിന്റെ പർവ്വത ശൃംഗത്തിലേക്ക് നിന്നെ കൊണ്ടുപോയി നിന്നെ അനദർ ലെവലിലേക്കുള്ളതായ ഒരു അനോയിന്റിങ്ങിൽ നിർത്തിക്കൊണ്ട് നിന്നെ ശക്തീകരിച്ചുകൊണ്ട് അടുത്ത ലെവലിലേക്കുള്ള ഒരു പർപ്പസിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നവനാണ് ഈ ദൈവം. ഇന്ന് പകൽക്കാലം ദൈവസഭ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നിന്നെ അടുത്തൊരു ലെവലിലേക്ക്, അനദർ ലെവലിലേക്ക്. You may be discouraged now. No, don't worry for that. Hallelujah. You can take your name. Hallelujah. ദൈവത്തിന്റെ പേരെടുക്കട്ടെ, കർത്താവിന്റെ പേരെടുക്കട്ടെ നാവിൽ. ഉടകമന കൗഡമന ഹത്തല ഭൗഡവരഹസ്യാല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടുന്ന് കാര്യങ്ങൾ എവിടെ പോയി? വലിയ അടുത്ത ലെവലിലുള്ള ശുശ്രൂഷകളെല്ലാം സ്വപ്നം കാണാൻ കഴിയാത്ത ശുശ്രൂഷകളാണ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, എപ്പോഴും സ്ഥിതി അങ്ങനല്ല. നമ്മളുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ അടുത്ത ലെവലിലേക്ക് നമ്മെ ചാർജ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഇതിനകത്തുണ്ട്. പ്രതികൂലത്തിനകത്ത് പെട്ടുപോകുമ്പോൾ ഹല്ലേലൂയ കുഴഞ്ഞു പോകരുത്, വാടിപ്പോകരുത്, തളർന്നു പോകരുത്. അപ്പോൾ സ്തുതിക്കുന്ന സ്തുതിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. കാരണം എന്താണെന്നറിയാമോ? സ്വർഗം സമീപസ്ഥമായി. ഹല്ലേലൂയ. സ്വർഗം സമീപസ്ഥമായി നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നൊരു മൂമെന്റ് ആണ്. സൂപ്പർ നാച്ചുറൽ റലം നമുക്ക് വേണ്ടി ഓപ്പൺ ആകുന്ന സമയമാണ്. ഹല്ലേലൂയ. പ്രകൃതിമായ ദൈവ പ്രവർത്തികളിലേക്ക് ദൈവ പൈതലേ നിന്നെ പിടിച്ചുയർത്തുന്ന സമയങ്ങളാണത്. അതുകൊണ്ട് ദൈവജനം ദൈവകൃപയിൽ ബലപ്പെടട്ടെ. ഡോണ്ട് ബി ഡിസ്കറേജ്. ഹല്ലേലൂയ. ധൈര്യപ്പെടട്ടെ. ഹല്ലേലൂയ. ടേക്ക് കറേജ്, ടേക്ക് കറേജ്. ഡോണ്ട് ബി ഡിസ്കറേജ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. Glory be to God. ഇതൊക്കെ പിന്നീട് നിങ്ങൾ പോയിരുന്ന് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണം. സംഖ്യാപുസ്തകം നമ്പേഴ്സ് ചാപ്റ്റർ 11 വേഴ്സ് 14. നമ്പേഴ്സ് ചാപ്റ്റർ 11 വേഴ്സ് 14. നോക്കണം, ഈ പ്രാർത്ഥന ശക്തനായ മോശയുടെ പ്രാർത്ഥനയാണ്. മോശ പ്രാർത്ഥിക്കുകയാണ്, ഐ കനോട്ട് ക്യാരി ഓൾ ദീസ് പീപ്പിൾ ബൈ മൈ സെൽഫ്. ദ ബർഡൻ ഈസ് ടു ഹെവി ഫോർ മീ. എനിക്കിത് അതിഭാരമായ ടാസ്ക്കാണ്. അങ്ങനെയുള്ള പക്ഷം ദൈവത്തോട് പ്രാർത്ഥിക്കുക മോശ, ദയ വിചാരിച്ച് എന്നെ എന്ത് ചെയ്യണം? കൊന്നുകളയണമേ. അതിഭാരം താങ്ങാൻ കഴിയാതെ മരുഭൂമിയിൽ, ഇതിൻ്റെ കോണ്ടസ്റ്റ് വലിയൊരു കൂട്ടം ജനമാണ്.
അവരുടെ കാര്യാദികളെല്ലാം നിർവഹിക്കുവാൻ, ആ റെസ്പോൺസിബിലിറ്റി പൂർണ്ണമായി നിർവഹിക്കാൻ കഴിയുന്നതിൽ ഒരു സൈഡിൽ ഗ്രംബിൾ ചെയ്യുന്നതായ ഒരു കൂട്ടം ആളുകൾ, മറു സൈഡിൽ ഈ ലോങ് ആയിട്ടുള്ള ബഹുദൂരം ദൈവജനത്തെ നയിക്കുവാനുള്ള ഉത്തരവാദിത്തങ്ങൾ, ഒരു ഭാഗത്ത് ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ. അങ്ങനെ നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ മോശ ഡിസ്കറേജായി. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയിൽ എന്താ ഉണ്ടായത്? ഹല്ലേലൂയ. ആ സംഖ്യാപുസ്തകം 16-17 വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ 17 വരുമ്പോൾ കാണാം, ദൈവത്തോട് ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ. ദൈവം ആ പ്രാർത്ഥന അത്രയും എക്സ്ട്രീമിറ്റിയിലാണല്ലോ ഒരാൾ എനിക്ക് ജീവിക്കണ്ടെന്ന് പറയുന്നത്. ജീവിക്കാൻ വേണ്ടി പാടുപെടുന്ന മനുഷ്യൻ ജീവിക്കണ്ട എന്നാഗ്രഹിച്ചൊരു വാക്ക് പറയണമെങ്കിൽ അവൻ പ്രശ്നത്തിൻ്റെ അങ്ങേയറ്റമുള്ളൊരവസ്ഥയിലായിരിക്കും. മോശയെ പോലെയുള്ളയാൾ പ്രാർത്ഥിച്ചു, എൻ്റെ ജീവൻ എടുക്കണം. കിൽമി എന്നാണ് മോശ ആ പദം അവിടെ ഉപയോഗിക്കുന്നത്, എന്നെ കൊന്നുകളയുക. താഴോട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. യഹോവയായ ദൈവം ഒരു സൊല്യൂഷനുമായിട്ട് അവിടെ ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്താട്ടെ. When overwhelmed with our problem, trust that God will provide strength and help in needed. നാം പ്രശ്നത്തിൻ്റെതായ സങ്കീർണതകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിനെ അന്വേഷിക്കുക. He is able to help you in your great need. നിങ്ങൾ അതിഭാരത്തോടും വളരെയധികം ആവശ്യത്തോടും ഇരിക്കുന്നെങ്കിൽ ഭാരപ്പെടണ്ട, ആ ഭാരമോർത്ത് നിരാശപ്പെടണ്ട. ഹല്ലേലൂയ. മോശ ദൈവത്തിൻ്റെ മുൻപിൽ തൻ്റെ സങ്കടം പറഞ്ഞു. മോശയ്ക്ക് പരിഹാരം ദൈവം കൊണ്ടുവരികയാണ്. രക്തത്താൽ ജയം. യിരെമ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ യിരെമ്യാവ് 20:14 ഒന്ന് വായിക്കാം. യിരെമ്യാവ് chapter 20 verse 14. നിനക്ക് ഒരു മകൻ ജനിച്ചിരിക്കുന്നു എന്ന് എൻ്റെ അപ്പനോട് അറിയിച്ച് അവനെ ഏറ്റവും സന്തോഷിപ്പിച്ച മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. നോക്കണം, ആ ഭാഗം വിടരുത്, വെച്ചേക്കണം. ഇവിടെ യിരെമ്യാവ് പ്രാർത്ഥിക്കുകയാണ്. യിരെമ്യാവ് ദൈവം പോയി പറയുന്ന ഒരു കാര്യം, Cursed be the man who brought the news to my father, saying a baby boy has been born to you. ജനിച്ച ദിവസം ശപിക്കപ്പെട്ടു പോകട്ടെ, അങ്ങനെ ഒരു ശപിക്കപ്പെട്ട ദിവസമായി എൻ്റെ ജനനദിവസം മാറട്ടെ എന്ന് തൻ്റെ ജീവിതത്തിലുള്ള വലിയ ദുര്യോഗങ്ങളെ കണ്ടുകൊണ്ട് ആര് പറയുകയാണ്? യിരെമ്യാ പ്രവാചകൻ. ആരാണ് യിരെമ്യാ പ്രവാചകൻ? അവനെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ വീപ്പിംഗ് പ്രോഫറ്റ്, കരയുന്ന പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആളാണ്. ഒരുപാട് ഡിസ്കറേജായി. ആ ഡിസ്കറേജായ ഭാഗമൊക്കെ മേളിൽ നിന്ന് ഒന്ന് വായിച്ച് അതിൻ്റെ സർവത്ര ഭീതി അതിൻ്റെ 8 മുതൽ ഒന്ന് വായിച്ച്. സംസാരിക്കുമ്പോഴൊക്കെയും ഞാൻ നിലവിളിച്ച് സാഹസത്തെയും ബലാത്കാരത്തെയും കുറിച്ച് ആവലാതി പറയേണ്ടി വരുന്നു. അങ്ങനെ യഹോവയുടെ വചനം എനിക്ക് ഇടപെടാതെ നിന്ദയ്ക്കും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. ഞാൻ ഇനി അവനെ ഓർക്കുകയില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ അത് എൻ്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ഞാൻ സഹിച്ചു തളർന്ന് എനിക്ക് വഹിയാതെയായി. സർവത്ര ഭീതി, ഞാൻ പലരുടെയും ഏഷണി കേട്ടിരിക്കുന്നു. കുറ്റം ബോധിപ്പിപ്പീൻ, ഞങ്ങളും അവനെ കുറിച്ച് കുറ്റം ബോധിപ്പിക്കാം. നാം അവനെ തോൽപ്പിച്ച് അവനോട് പക വീട്ടുവാൻ തക്കവണ്ണം പക്ഷേ അവനെ വശത്താക്കാം എന്ന് എൻ്റെ വീഴ്ചയ്ക്ക് കാത്തിരിക്കുന്നവരായ എൻ്റെ ചങ്ങാതിമാരൊക്കെയും പറയുന്നു. എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കുകയില്ല. അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കായികയാൽ ഏറ്റവും ലജ്ജിച്ചു പോകും. നോക്കണം, ഇവിടെ വളരെ ആത്മാർത്ഥമായിട്ടാണ് ആര് ഇസ്രായേലിൻ്റെ നടുവിൽ ശുശ്രൂഷിച്ചത്? യിരെമ്യാ പ്രവാചകൻ. വളരെ അധികം
പ്രവചന ഭാഗങ്ങൾ യെശയ്യാവ് കഴിഞ്ഞാൽ പ്രവചിച്ച ഒരാളാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ വളരെ നിർണായകമായ സമയത്ത് ശുശ്രൂഷ നിർവഹിച്ച ആളാണ്. ബാബിലോണിലേക്ക് ക്യാപ്റ്റീവ്സായി പോകുന്നതിന് മുൻപുള്ള അതിശക്തമായ ദൂതുകൾ ജനത്തിന് കൈമാറിയ ആളാണ്. ആ സമയത്ത് അദ്ദേഹത്തെ അവിടുത്തെ രാജാവ് എന്ത് ചെയ്തു? ഇസ്രായേലിന് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം വരാൻ പോവാണ്, ബാബിലോൺ നിങ്ങളെ ആക്രമിക്കും, ആ സമയത്ത് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത്, അവർക്ക് കീഴടങ്ങുക, സന്ധിയിൽ ഏർപ്പെടുക, അങ്ങനെ വന്നാൽ നിങ്ങൾക്കൊരു നാശവും വരുത്തില്ല എന്ന് പറഞ്ഞ. പക്ഷേ അന്നത്തെ രാജാവിന് ഈഗോ, ആ രാജാവിനെ വാഴിച്ചത് ദൈവമാണ്, അവിടെ ആക്കിയത് ദൈവമാണ്, എല്ലാം കൊടുത്തത് ദൈവമാണ്, അവനൊന്നും അധ്വാനിച്ചിട്ടല്ല. പക്ഷെ അവന് ഇസ്രായേലിൻ്റെ തോൽവിയെക്കുറിച്ച് പ്രവചിക്കുന്ന ഒരു വരാൻ പോകുന്ന വിപത്തിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത പ്രവാചകനോട് പുച്ഛം തോന്നി. ഹല്ലേലൂയ. അവനോട് വെറുപ്പ് തോന്നി. അത് വളരെ ലൈറ്റായിട്ട് കണ്ടു. ഒരിക്കലും ദൈവാലോചനകൾ ലൈറ്റായിട്ട് കാണരുത്. ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചെങ്കിൽ ആ കരുതലിനെ ഓർത്തെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്ത് ഓരോ നിമിഷവും താഴ്മയുള്ളവരായി നാം മാറണം. ഫലമുള്ളവരായി, താഴ്മയുള്ളവരായി ദൈവത്തിനു വേണ്ടി അനുനിമിഷം ദൈവം കാണപ്പെടുവാൻ പരിശ്രമിക്കണം. ഇസ്രായേലിന് അവിടെ സാധിച്ചില്ല. അവരെല്ലാം കൂടെ അവനെ ആക്രമിക്കുവാൻ ഒരുങ്ങി. ഒരു കുഞ്ഞു പോലും അവന് സപ്പോർട്ട് ചെയ്യുവാൻ അവിടെ ഇല്ല. ഈ ഒരു സന്ദർഭമാണ് ഇതിൻ്റെ കോണ്ടസ്റ്റ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ജനിച്ച ദിവസത്തെ പോലും ശപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, യെരമ്യാവിനെ പോലൊരു പ്രവാചകൻ ഇതുപോലുള്ള അവസ്ഥയിൽ വരിക എന്ന് പറഞ്ഞാൽ, ഇതുപോലുള്ളതായ ഒരു സാഹചര്യത്തിൽ വരിക എന്ന് പറഞ്ഞാൽ, ഈ മോശ പോയ, ഏലിയാവ് പോയ, യെരമ്യാവ് പോയാലോ ഏതെങ്കിലും പ്രശ്നത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ? ടെൽമി, ഉണ്ടോ ആരെങ്കിലും? ഇല്ല, ഇല്ലെന്ന് തന്നെ പറയാൻ കഴിയും നമുക്ക്. നിങ്ങൾ ശരിയായി നിങ്ങളുടെ സാഹചര്യങ്ങളെ അസസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കഴിയും, ഇല്ല. ഹല്ലേലൂയ. സ്റ്റിൽ നമ്മുടെ കാര്യങ്ങൾ കൺട്രോളിലാണ്. ഇവിടെ യെരമ്യാവ് അത്രമാത്രം തൻ്റെ ജീവിതത്തെ പഴിച്ചു. പക്ഷെങ്കിൽ യെരമ്യാവ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയുന്നുണ്ട്. അതാണ് നമ്മൾ വായിച്ച് കേട്ടൊരു ഭാഗ്യമാണ്. 11-ാം വാക്യത്തിൽ കാണുന്നു, എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ലോർഡ് ഈസ് വിത്ത് മീ ലൈക്ക് എ ഡ്രഡ് ചാമ്പ്യൻ. കുഞ്ഞുങ്ങളെല്ലാം കേൾക്കുന്നുണ്ടോ? യെരമ്യാവ് പറഞ്ഞു, യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. ദ ലോർഡ് ഈസ് വിത്ത് മീ ലൈക്ക് എ ഡ്രഡ് ചാമ്പ്യൻ. അനുഭവിക്കാൻ കഴിയണം നമുക്കത്. ആ രീതിയിൽ നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നു. അങ്ങനെ അത് സംഭവിക്കുന്നു. ആ രാജാവിനെ പിടിച്ചോണ്ട് പോയി ആ ബാബിലോണിലെ ഭരണാധികാരികൾ തന്നെ ഈ പ്രവാചകനെ അനുസരിക്കാഞ്ഞ ആ രാജാവിനെ നിങ്ങളുടെ വചനം പറഞ്ഞതെന്ന് പറഞ്ഞാണ് അവനെ കണ്ണുകുത്തിപ്പെട്ട് ചന്തനാക്കുന്ന ചരിത്രം പഠിക്കണം. എന്നിട്ട് ആ ശത്രുക്കളാണ് യെരമ്യാവിനെ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. ഓ സ്തോത്രം! സ്വന്തം ആളുകൾ തങ്ങൾക്ക് വേണ്ടി അയക്കപ്പെട്ടവനെ ഏൽക്കാതെ കൈക്കൊള്ളാതെ ഇരുന്നപ്പോൾ, ആ ആലോചനകളെ എടുക്കാതിരുന്നപ്പോൾ തിരിഞ്ഞ് പ്രവാസത്തിലേക്ക് പോയി എന്ന് മാത്രമല്ല, എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ ദീർഘകാലം കഴിഞ്ഞപ്പോൾ പ്രവാചകനെ ശത്രുക്കൾ രക്ഷിക്കുകയാണ്. ആ ജാതികൾ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്തായിട്ടാണ് ചരിത്രം പറയുന്നത്. രക്തത്താൽ ജയം. ഹല്ലേലൂയ. ആ യെരമ്യാവിനെ ദൈവം വീണ്ടെടുക്കുകയാണ്. ഡിസ്കറേജായി എല്ലാം തീർന്നെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, അവൻ ദൈവത്തിൽ പൂർണ്ണമായി. അതിൻ്റെ ഭാഗം നമുക്കൊന്ന് വായിക്കാം. ഇതേ യെരമ്യാവ് ലമന്റേഷൻസിൽ, വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 വാക്യം വേഗത്തിൽ വായിച്ചാട്ട്. അവിടെ ലമന്റേഷൻസിൽ പറയുകയാണ്, ദ ലോർഡ്സ് ലവിങ് കൈൻഡ്നസ് നെവർ സീസ്. അവൻ്റെ സ്നേഹം, ദയ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, നെവർ സീസ്. രണ്ടാമത് പറയുന്നു, ഹിസ് കമ്പാഷൻ നെവർ ഫെയിൽസ്. നിങ്ങൾ ആ വാക്യം തുറന്ന് നോക്കുക. ഹിസ് കമ്പാഷൻ നെവർ ഫെയിൽസ്. ഏതാ ഈ പറഞ്ഞ യെരമ്യാവ് പിന്നെ പറയുകയാണ്, ഹിസ് കമ്പാഷൻ നെവർ ഫെയിൽസ്. 23-ാം വാക്യത്തിൽ പറഞ്ഞു, ദേ ആർ ന്യൂ എവരി മോർണിംഗ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ വചനത്തെ അതുപോലെ ഹൃദയത്തിൽ കൊള്ളണം.
ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലിന് ദേ ആർ ന്യൂ എവരി മോർണിംഗ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നത്തെ ഇരുട്ടിൻ്റെ ഡിസ്കറേജ്മെന്റിന്റെ അനുഭവത്തിലൂടെ ആണെങ്കിൽ നാളെ നിനക്കൊരു പ്രഭാതമുണ്ട്. ഓ they have a every new morning, every day. ഹല്ലേലൂയ, എവരി മോർണിംഗ് നമുക്കൊരു പുതിയ പ്രഭാതം അവൻ തരുന്നുണ്ട്. നിങ്ങൾ ധൈര്യപ്പെടുന്നുണ്ടോ? ശക്തമായ ആലോചനയാണ്. ഇതെല്ലാം പ്രസംഗ വിഷയമല്ല. ദൈവാത്മാവ് തന്ന ചിന്തകൾ, വെളിപ്പാടുകളെ എഴുതിയെടുത്താണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്ന് വളരെ ആധികാരികമായി ഈ വചനം പ്രസ്താവിക്കുന്നത്. നിങ്ങൾ ഏറ്റെടുക്കണം, വിടുതൽ പ്രാപിക്കണം. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, ഒത്തിരി ഇരുട്ടിൻ്റെ അനുഭവത്തിലൂടെ പോയി. പൊട്ടക്കിണറ്റിനകത്ത് അവനെ പിടിച്ചിട്ടായിരുന്നു. ഇരുട്ട് നിറഞ്ഞ കിണറ്റിൽ പറയുന്നു, യെരമ്യാവ് പറഞ്ഞു, ഹല്ലേലൂയ, ദേ ആർ ന്യൂ എവരി മോർണിംഗ്. പുതിയ പ്രഭാതം അവർക്ക് ഓരോ ദിവസവും പുതുക്കുന്ന അനുഭവങ്ങൾ ദൈവം നൽകും. സാഹചര്യങ്ങളെ ദൈവം മാറ്റും. ആമേൻ പറഞ്ഞാട്ടെ. 24 വാക്യത്തിൽ പറയുന്നത്, ലോർഡ് ഈസ് മൈ പോർഷൻ, സേ മൈ സോൾ ഐ ഹാവ് ഹോപ്പ് ഇൻ ഹിം. ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. ഹല്ലേലൂയ. 25 വാക്യത്തിൽ പറയുന്നത്, ലോർഡ് ഈസ് ഗുഡ് ടു ദോസ് ഹു വെയിറ്റ് ഫോർ ഹിം, ടു ദ പേഴ്സൺ ഹു സീക്ക് ഹിം. അവനെ കാത്തിരിക്കുന്നവർ, അവനെ അന്വേഷിക്കുന്നവർക്ക് ഹീ ഈസ് ഗുഡ്, അവൻ നല്ലവനാണ്. ഹല്ലേലൂയ. അപ്പോൾ നാം ഓർക്കണം, ഇത്രയും പരിതാപത്തിലൂടെ പോയി. ഞാൻ തുടക്കത്തിലൊരു കാര്യം പറഞ്ഞു, ദൈവ പൈതലിന് പ്രതികൂലം വരുത്തില്ല, ഡിസ്കറേജ് ചെയ്യുന്ന അനുഭവങ്ങൾ വരുത്തില്ല എന്നുള്ള തെറ്റിദ്ധാരണ, മിസ്കോൺസെപ്ഷൻ അനേകരുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുക. നമുക്ക് പ്രശ്നങ്ങൾ വരും. നമ്മൾ വിചാരിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ ടേൺ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷേ ചിൽഡ്രൻ ഓഫ് ഗോഡ് മസ്റ്റ് നോട്ട് ഡിസ്കറേജ്, റാദർ ദേ മസ്റ്റ് ട്രസ്റ്റ് ഇൻ ഗോഡ്. അവർ ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തെ വിളിക്കണം, ദൈവത്തെ കൂടുതൽ സ്തുതിക്കണം. സ്ഥിതി മാറും. ദേ ആർ ന്യൂ എവരി മോർണിംഗ്. അവർക്ക് പുതിയ പ്രഭാതം അവൻ നൽകിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. When we face rejection and hardship, meditate on God's faithfulness. ഹല്ലേലൂയ. നമ്മൾ റിജക്ഷൻ അനുഭവിക്കുമ്പോൾ, കഠിനമായ അനുഭവങ്ങളിലൂടെ, ഹാർഡ്ഷിപ്പിലൂടെ കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, മെഡിറ്റേറ്റ് ഓൺ ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്. അവൻ്റെ വിശ്വസ്തതയിൽ ധ്യാനിക്കണം. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ധ്യാനിച്ച ദാവീദ് പറഞ്ഞ്, ഞാൻ ധ്യാനിച്ചപ്പോൾ എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. ഹല്ലേലൂയ. അവൻ്റെ വചനമെന്ന് പറയുന്നത് അത് ജീവനുള്ള വചനമാണ്. ആ വചനം നാവിലെടുത്തുകൊണ്ട് ദൈവ പൈതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അതിനകത്തേക്ക് ദൈവത്തിൻ്റെ ഹല്ലേലൂയ ശക്തി ഇറങ്ങും, തീ ഇറങ്ങും, ദൈവപ്രവൃത്തികൾ അതിന്മേൽ നടക്കുവാനിടയാകും. സോ വെൻ യു ഫേസ് റിജക്ഷൻ ആൻഡ് ഹാർഡ്ഷിപ്പ്, ഹല്ലേലൂയ, ഓ മെഡിറ്റേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. ഗ്ലോറി ബി ടു ഗോഡ്. കർത്താവിൻ്റെ നാമം മഹിമപ്പെടട്ടെ. ഹല്ലേലൂയ. ജെരമ്യ ഫൗണ്ട് ഹോപ്പ് ഇൻ ഗോഡ്. അവൻ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ദൈവപ്രവൃത്തിയെ കണ്ടു. മോസസ് സ്ട്രെങ്തൻഡ് ബൈ ഗോഡ്സ് പ്രസൻസ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് ബുദ്ധി പറഞ്ഞു കൊടുത്ത് അവൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് മൊത്തത്തിൽ ഇസ്രായേൽ ക്രമീകരിച്ച് മോശ ജനത്തെ കൊണ്ട് മുമ്പോട്ട് പോയി. മരിക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരുപാട് എക്സാമ്പിൾ ബൈബിളിലുണ്ട്. അത് ഞാൻ കൂടുതലായി വിവരിക്കുന്നില്ല. പീറ്ററിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, പീറ്റർ എത്ര ബിറ്റർ വേയിൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞ ആളാണ്. ഒരിക്കലും ആ ആൾക്ക് ഒരു ഭാവി ഉണ്ടാകാൻ സാധ്യതയില്ലായിരുന്നു. പക്ഷേ യോഹന്നാൻ 21 സുവിശേഷം 21 വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവം എന്താ പറയുന്നത്? ഫീഡ് മൈ ഷീപ്പ്, എൻ്റെ ആടുകളെ മേയ്ക്കാം. ഹല്ലേലൂയ. ഹി ബിക്കം എ ഗ്രേറ്റ് ലീഡർ ഇൻ ദ ഏർലി ചർച്ച്. ആദിമസഭയിലെ ഒരു വലിയ സ്പിരിച്വൽ സ്റ്റാൾവാർട്ടായിട്ട് ദൈവം അവനെ മാറ്റി. ഹല്ലേലൂയ. നമ്മൾ ഇയ്യോബിൻ്റെ കാര്യം നോക്കുമ്പോൾ വലിയ പരിശോധനയിലൂടെ കടന്ന് എല്ലാം നഷ്ടപ്പെട്ടു. എന്നാൽ ഹല്ലേലൂയ, അതിൻ്റെ 13:15 പറയുന്നു, though he slay me, yet I will trust him. അവനെന്നെ കൊന്നാലും ഞാൻ അവനെ വിടില്ലെന്നാണ് എഴുതിയിരിക്കുന്ന. അവനിൽ ആശ്രയിക്കുമെന്നാണ്.
അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ വിടത്തില്ലെന്ന് എല്ലാം നഷ്ടപ്പെട്ട ഇയ്യോബ് പ്രാർത്ഥിച്ചു. വേറൊരു ഭാഗത്ത് ഇയ്യോബ് പറയുന്നുണ്ട്, ഐ ഹാവ് ട്രഷേർഡ് ഹിസ് വേർഡ് മോർ ദാൻ ഇൻ മൈ മൗത്ത് മോർ ദാൻ മൈ ഫുഡ്. ആഹാരത്തേക്കാൾ വലുതായി ഞാൻ ദൈവത്തിൻ്റെ വചനത്തെ എൻ്റെ വായിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇയ്യോബ് പറയുന്നു, ദൈവത്തിന് മടക്കി കൊടുക്കാതിരിക്കാൻ കഴിയുമോ? ദൈവത്തിന് ഡബിൾ മെഷറിൽ അനുഗ്രഹിക്കാതിരിക്കാൻ കഴിയുമോ? അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ വിടത്തില്ല, ഞാൻ അവനെ തള്ളിപ്പറയത്തില്ല, ഞാൻ പിറുപിറുക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യാതെ നിൽക്കും. ഹല്ലേലൂയ. ഇവിടെ ആ വാർഡാണ്, വിത്തൗട്ട് ക്വസ്റ്റ്യനിങ് ആൻഡ് ലമന്റിങ്, rather he stood very firm. ഹല്ലേലൂയ. രക്തത്താൽ ജയം. അവിടെ ദൈവത്തിൻ്റെ ഫെയ്ത്ത്ഫുൾനെസ്സിൽ ഇയ്യോബ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇയ്യോബിനെ പോലെ ഭക്തനായൊരു മനുഷ്യന് ഇത്രമാത്രം പ്രതികൂലം വന്നില്ലേ? ഡിസ്കറേജായി തീർന്നു പോകേണ്ട ആളല്ലേ? പക്ഷെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചു. ഇരട്ടിയായി കൊടുക്കുകയാണ് ദൈവ പൈതലെ. അവൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവ പൈതലിനെ തളർത്തി വഴിയിൽ ജീവിതം അവസാനിപ്പിക്കാനല്ല വിളിച്ചത്, ശ്രേഷ്ഠമായ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എത്ര പേരതിന് ആമേൻ പറയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദിൻ്റെ കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതോ സന്ദർഭത്തിൽ ചിന്തിച്ചു. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 30 മുഴുവൻ വായിച്ചാൽ സിക്ലാഗിൽ വെച്ചെല്ലാം നഷ്ടപ്പെടുന്നു. കരയാൻ പോലും ധൈര്യമില്ലാത്തവനായിരിക്കുന്നൊരനുഭവം. എല്ലാം നഷ്ടപ്പെട്ടു. തൻ്റെ മേൽ ഒരുപാട് ദൈവിക ദൗത്യങ്ങൾ മുൻപിൽ വാഗ്ദത്തമായിട്ടുണ്ട്. പക്ഷേ എല്ലാം കൈവിട്ടു പോയതുപോലെ നിന്ന ദാവീദിന് ദൈവം എല്ലാം തിരിച്ചു കൊടുക്കുകയാണ്. വെൻ ഡീപ്ലി ഡിസ്കറേജ്ഡ്, സീക്ക് ഗോഡ് സ്ട്രെങ്ത്, സീക്ക് ഗോഡ് സ്ട്രെങ്ത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ബലത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ ബലത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ ആശ്രയിക്കുക. ഗ്ലോറി ബി ടു ഗോഡ്. പൗലോസ് ഒരു ഭാഗത്ത് ഡിസ്കറേജ് ആകുന്നുണ്ട്. സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 8 to 9. അതിനകത്ത് ഹി വാസ് ബർഡൻഡ് ബിയോണ്ട് ഹിസ് സ്ട്രെങ്ത്. പക്ഷെങ്കിൽ ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നു, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ്. ഞാൻ കർത്താവിനാൽ, ഹല്ലേലൂയ, സ്തോത്രം, സകലവും ചെയ്യാൻ ഞാൻ പ്രാപ്തനാകുന്നു. രക്തത്താൽ ജയം. ഇത് ബിബ്ലിക്കൽ പാർട്ടിലുള്ള കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്. ഡിസ്കറേജ്മെൻറ്റിനെ കുറിച്ച്, ഭാരപ്പെടുന്ന ദൈവജനത്തെക്കുറിച്ച് വേർഡ് ഓഫ് ഗോഡ് എന്താണ് പറയുന്നത് എന്നാണ് നമ്മൾ കേട്ടത്. ഇനി ചരിത്രത്തിലെ 1-2 നോട്ടബിൾ സംഭവങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. വളരെ ആധികാരികമായ ആലോചനയാണ്. ദൈവമക്കൾ ദൈവാലയത്തിലും ഭവനത്തിലും നിരാശപ്പെട്ട് തല താഴ്ത്തി മ്ലാനമുഖത്തോടിരിക്കേണ്ടവരല്ല. സടകുടഞ്ഞെഴുന്നേൽക്കുന്ന സിംഹത്തെ പോലെ പ്രതികൂലത്തിൻ്റെ നടുവിൽ സ്തോത്രം, ബലം പ്രാപിച്ചവരായിട്ട് എഴുന്നേൽക്കണം. കാരണം നീ കടന്നു പോകുന്ന പ്രശ്നം നിന്റെ എൻഡല്ല. ഹല്ലേലൂയ. കടന്നു പോകുന്ന സാഹചര്യം അവസാനമല്ല. അവിടെ നിന്നെ ഡബിൾ ചാർജ് ചെയ്യാനായിട്ടാണ്. ഹല്ലേലൂയ, സ്തോത്രം, നിന്നെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനാണ്, കൂടുതൽ ഒരുക്കാൻ വേണ്ടിയാണ് ആ പ്രതികൂലം വരുന്നത്. ഏത് കാര്യത്തിലായാലും ദൈവ പൈതലേ, നീ ഡിസ്കറേജ് ആകുന്നെങ്കിൽ ഈ വചനത്തെ മുറുകെ പിടിക്കുക. മാർട്ടിൻ ലൂതർ, നമുക്കറിയാം, റിഫോർമേഷൻ കൊണ്ടുവന്ന മാർട്ടിൻ ലൂതർ ഏറ്റവും ആധ്യാത്മിക ലോകം ഏറ്റവും കൂടുതൽ പ്രൈസ് ചെയ്യുന്നതായ വ്യക്തിയാണ്. 1483 1483 to 1546 വരെ ഉള്ള കാലയളവാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. He was the leader of the Reformation, faced immense opposition, threats of excommunication, സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കുന്ന, ആൻഡ് ഡീപ്പ് സ്പിരിച്വൽ സ്ട്രഗിൾ. ഞാൻ ഇത്രയും പറഞ്ഞത് കാര്യങ്ങൾ മനസ്സിലാകുന്ന ആളുകൾക്ക് അതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. മാർട്ടിൻ ലൂതറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. വലിയ സ്റ്റാൾവാർട്ടാണ്. പക്ഷേ അദ്ദേഹം ഈ പ്രശ്നത്തിലൂടെയൊക്കെ കടന്നുപോയി. അദ്ദേഹത്തെ വലിയൊരാശയവുമായിട്ട് വരുമ്പോൾ ആ ആശയത്തെ എതിർത്തുകൊണ്ട് ഒരു വലിയ ശക്തമായ സമൂഹം തന്നെ കൊന്നുകളയാൻ തന്നെ തയ്യാറായി തനിക്കെതിരെ നിന്നു. അവരെ സമൂഹത്തിൽ നിന്ന് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതുമാത്രമല്ല സ്പിരിച്വലി ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ടായി.
പക്ഷേ he relied on prayer and God's word often. കോട്ടിങ് Psalms 46 ഒരു വാക്യം അവൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൂടെ കൂടെ പറയാൻ തുടങ്ങി. എന്താണ് ആ വാക്യം? എ മൈറ്റ് ഫോർട്രസ് ഈസ് അവർ ഗോഡ്. എ മൈറ്റ് ഫോർട്രസ് ഈസ് അവർ ഗോഡ്. ഒരു പ്രാവശ്യം അവൻ പറഞ്ഞെന്താണെന്ന് കേൾക്കണോ? വൺസ് he said, I have so much to do. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. That I shall spend first 3 hours in prayer. Hallelujah. I have to do so much, so many things. But the first 3 hours I will spend in prayer. ദൈവപൈതലേ, സ്ട്രഗിളിങ് ഉണ്ടായിക്കൊള്ളട്ടെ, റിജക്ഷൻ ഉണ്ടായിക്കൊള്ളട്ടെ, ഹാർഡ്ഷിപ്പ് ഉണ്ടായിക്കൊള്ളട്ടെ, ഇരുട്ടിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, മാർട്ടിൻ ലൂതറിനെ പോലെ യഹോവ എനിക്ക് ഉറപ്പുള്ള ഗോപുരമാണെന്ന് പറഞ്ഞുകൊണ്ട് അവനിൽ ആശ്രയിച്ചുകൊണ്ട് ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കാൻ നീ തയ്യാറാകുക. ചരിത്രം സൃഷ്ടിക്കുന്ന ജീവിതാനുഭവങ്ങളിലേക്ക് നിന്റെ ജീവിതഗതിയെ തിരിച്ചുവിടാൻ അവന് കഴിയും. നിന്റെ പരാജയത്തെ തിരിച്ചുവിടാൻ അവന് കഴിയും. നിന്റെ ഭാവിയെ ഹല്ലേലൂയ മാർട്ടിൻ ലൂതറിന് ഒന്നുമില്ലായിരുന്നു. ഇന്നിതാ ചരിത്രത്തിൻ്റെ ഏടുകളിൽ മായ്ക്കപ്പെടാൻ കഴിയാത്തൊരു വ്യക്തിത്വമായി മാറി. ഒത്തിരി തിരക്ക് എനിക്കുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. പക്ഷെങ്കിൽ എനിക്ക് ഒന്നാമത്തെ പ്രാധാന്യം പ്രാർത്ഥനയാണ്. ഇത് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ദൈവപൈതലേ, പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം സ്ഥാനമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്? എല്ലാം കഴിഞ്ഞിട്ടുള്ള സ്ഥാനമാണോ, അതോ എല്ലാത്തിനേക്കാളും ഒന്നാമതുള്ള സ്ഥാനമാണോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനഃപരിശോധിക്കാൻ ഇതിടയാകട്ടെ. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ നമ്മുടെ ദൈവാശ്രയ ബോധവും പ്രാർത്ഥനാ ജീവിതവും വചനത്തിലുള്ള അടിയുറച്ച ജീവിതവും നമ്മളെ അതിലേക്ക് നയിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. രക്തത്താൽ ജയം. When facing trials, lean on scripture and deepen your prayer life. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? When you face trials, പരിശോധനകൾ വരുമ്പോൾ, lean on the scripture, ദൈവത്തിൻ്റെ വചനത്തിൽ മുറുകെ പിടിക്കുക. ആൻഡ് ഡീപ്പൻ യുവർ പ്രയർ ലൈഫ്, പ്രാർത്ഥനയുടെ ശക്തി കൂട്ടുക. കാര്യം മാറും, കാര്യം മാറും. എൻ്റെ കൂടെ ആമേൻ എത്ര പേര് പറയും? കാര്യം മാറും. വിശ്വാസത്തോടെ പറ, എൻ്റെ കാര്യങ്ങൾ മാറും, എൻ്റെ സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും. ഓ ഗ്ലോറി ബി ടു ഗോഡ്. മാർട്ടിൻ ലൂതറിൻ്റെ ജീവിതചക്രം തിരിഞ്ഞത് ആ ബുദ്ധിശക്തി കൊണ്ട് മാത്രമല്ല, വചനത്തിൽ ഉറച്ച് പ്രാർത്ഥിച്ചാണ് താൻ മുന്നേറിയത്. അങ്ങനെയുള്ളവർക്കേ ഉള്ളൂ ചരിത്രത്തിൽ സ്പേസ്. ഞാൻ പറയാം, ഇല്ലെങ്കിൽ വെറും സാധാരണ ജനത്തെ പോലെ ജീവിച്ച് കുറേ കഴിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്ത് മരിച്ച് മൺമറഞ്ഞു പോകും. പക്ഷേ കർത്താവിന് വേണ്ടി കർത്താവിൽ ആശ്രയിച്ച് വൻ കാര്യങ്ങളെ അവനിൽ നിന്നും വില്യം കേറി എന്താ പറഞ്ഞ? എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങളെ പ്രതീക്ഷിക്കുക. ആൻഡ് അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുക. ഇത് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ സ്പിരിച്വാലിറ്റി മുൻപോട്ട് കൊണ്ടുപോകുവാൻ നമുക്കിടയാകണം. ഒറ്റ ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു. വില്യം വിൽബർഫോഴ്സ്, നമുക്കറിയാം, ബ്രിട്ടീഷിൻ്റെ ഹിസ്റ്ററിയിൽ മാറ്റാൻ പറ്റാത്ത ഒരാളുടെ പേരാണ് വില്യം വിൽബർഫോഴ്സ്. അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫിലന്ത്രോഫിസ്റ്റ് ആയിരുന്നു. അതുമാത്രമല്ല, ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ഒരു MP ആയിരുന്നു. ഇവിടെ അടുത്ത് ഈ ഹള്ള് എന്ന് പറയുന്ന സ്ഥലം ആണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. അദ്ദേഹം many decades he fought for abolishing slavery in Britain. ഒരുപാട് നാളുകൾ. അപ്പോൾ എതിരുകളാ ഇവിടുത്തെ വലിയ ഭരണവർഗം, അതിന് ശക്തമായിട്ട് എതിര് നിന്ന ഒരാളാണ്. അവസാനം ഭയങ്കരമായ ഡിസ്കറേജ്മെൻ്റ് അദ്ദേഹത്തെ വേട്ടയാടി. ഒരു മിഷന് വേണ്ടി നിന്നു. മാർട്ടിൻ ലൂതറിൻ്റെ ഗതി അതാ. നമ്മൾ ഈ പറഞ്ഞ എടുത്ത എല്ലാവരെയും വലിയൊരു മിഷന് വേണ്ടി ദൈവം കൊണ്ടുവന്ന് വെച്ചതാ. അതങ്ങോട്ട് ചെയ്യുമ്പോഴാണ് അവരുടെ മുൻപിൽ എല്ലാ പ്രശ്നങ്ങളും ഉള്ളത്. നിങ്ങളെയും അതുപോലെ കാണണം. നിങ്ങൾ സാധാരണക്കാരല്ല, നിങ്ങൾ സാധാരണക്കാരല്ല എന്ന ആത്മനിറവിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. യു ആർ നോട്ട് ആൻ ഓർഡിനറി പേഴ്സൺ. നിങ്ങൾക്ക് നിങ്ങളോടൊന്ന് പറയാൻ കഴിയുമോ? ഐ ആം നോട്ട് ആൻ ഓർഡിനറി പേഴ്സൺ. കർത്താവിനാൽ ഹല്ലേലൂയ, നിങ്ങളൊരു സാധാരണക്കാരനല്ല.
രക്തത്താൽ ജയം. അതുകൊണ്ടാണ് ഈ വചനങ്ങൾ ഇവിടെ ധ്യാനിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് നിങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ട്. വലിയ ട്രബിളിലൂടെ അദ്ദേഹം പോയി. പക്ഷേ ആ കാലത്ത് ജീവിച്ചിരുന്ന വലിയ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു ജോൺ വെസ്ലി. ഉണർവിൻ്റെ നായകനായ ജോൺ വെസ്ലി. അദ്ദേഹത്തിൻ്റെ പറയുന്ന പ്രസംഗങ്ങൾ എപ്പോഴും കേൾക്കുമായിരുന്നു. ആര്? വില്യം വിൽബർഫോഴ്സ്. ഒരു പൊളിറ്റീഷ്യനായിരുന്നു, ഒരു പാർലമെൻറ്റേറിയനായിരുന്നു, ഒരു ഫിലാന്ത്രോഫിസ്റ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു സെക്യുലർ വേൾഡിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഒരാത്മമനുഷ്യൻ്റെ, ദൈവം ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനിലൂടെ കേൾക്കുന്ന ദൈവവചനങ്ങൾ അദ്ദേഹം മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം ജീവിച്ചു. കേവലം MP ആയിരുന്ന ആൾ. അദ്ദേഹം 1807 ഇവിടുത്തെ പാർലമെൻറ്റിൽ സ്ലേവറിക്കെതിരായ ബില്ല് കൊണ്ടുവന്ന് അന്ന് സ്ലേവറി അബോളിഷ് ചെയ്യുവാനിടയായി. അതിൽ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് മണി എന്ന് പറയുന്നത് only prayer and word of God. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. വളരെ ശക്തമായ, വളരെ കാതലായ, വളരെ കാമ്പുള്ളതായ ദൈവവചനമാണ് നമ്മളിവിടെ കേൾക്കുവാനിടയായത്. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവിക ശബ്ദമാണ് നാം കേട്ടത്. നിങ്ങളുടെ ചെറിയ ഇന്നത്തെ കാര്യത്തിൽ ഡിസ്കറേജ് ആകണ്ട. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. പക്ഷേ നിങ്ങൾ മേൽത്തരമായ ദൈവത്തിലുള്ളതിനെ നിങ്ങൾ കാണുക. എല്ലാവരും അല്പനേരം പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ നിങ്ങളെ നിർബന്ധിക്കേണ്ടല്ലോ പ്രാർത്ഥിക്കുവാൻ. കാരണം നിങ്ങൾക്ക് ആവശ്യമായത്, പ്രാർത്ഥിക്കാനുള്ളത് ദൈവം നിങ്ങൾക്ക് നൽകി കഴിഞ്ഞു. ഒരു നിമിഷം എല്ലാവരും ദൈവസന്നിധിയിൽ ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാനുള്ളവരൊന്ന് പ്രാർത്ഥിച്ചാട്ട്. ഓ റീബാലബ ശംദൽ ഖമാന ഘടകസ്യ 1 മിനിറ്റ് പ്രാർത്ഥിക്കാനായിട്ട് നൽകുകയാണ്. ജുഡൽ പ്രൗഢവൽക്കരാസ്യാന്ധുരാധിയ. ഓ റീബൽ ഘടകസ്യ. നമുക്ക് നിരുത്സാഹപ്പെടുന്ന സാഹചര്യങ്ങൾ വരുത്തില്ലെന്നല്ല, പക്ഷെ അതിന് നമ്മളെ മുക്കാൻ കഴിയത്തില്ല. അതിന് നമ്മുടെ ഭക്തിയെ മുക്കിക്കളയാൻ കഴിയത്തില്ല. നമ്മുടെ പ്രാർത്ഥനയെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. നമ്മുടെ സ്തുതിയെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. നമ്മുടെ ആരാധനയെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. മോർ ശക്തി പ്രാപിച്ച് ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നു കയറുവാൻ ഹല്ലേലൂയ ദൈവ പൈതലിന് വേണ്ടുന്ന എല്ലാ സോഴ്സും കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. കരങ്ങൾ അടിച്ച് ചില നിമിഷങ്ങൾ ദൈവത്തെ ഒന്ന് ആരാധിച്ച് ഹൃദയം കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാട്ട്. ചില പ്രാർത്ഥനകൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരട്ടെ. ദൈവത്തിന്റെ കരം ചലിക്കുന്നു. കർത്താവേ, നിന്റെ ജനത്തിനു വേണ്ടി നീ വലിയ പ്രവർത്തികളെ ചെയ്യുന്നു. ഹല്ലേലൂയ. വലിയ പ്രവർത്തികളെ ചെയ്യുന്നു. വലിയ പ്രവർത്തികളെ നീ ചെയ്യുന്നു. പരിശുദ്ധനെ നന്ദി. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കൾക്കായും പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിൽ സംബന്ധിക്കുന്ന, ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കായും, പിന്നീട് ഈ വചനം കേൾക്കുന്നവർക്കായും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. അനുകൂലമായി നീ അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നീ അവരെ എഴുന്നേൽപ്പിക്കും. വലിയ വലിയ കാര്യങ്ങളുടെ അക്കംപ്ലിഷ്മെന്റ് അവരിലൂടെ നീ സാധ്യമാക്കും. വലിയ പ്രവർത്തികൾ നിന്റെ മക്കളെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. കർത്താവ് വലിയവ ചെയ്യുന്നതിനായും വലിയ പ്രവർത്തികളാൽ നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നതിനായും സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.